ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിവിങ് വിത്ത് അസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാന്താര മൂവി പോയി കാണാമെന്നുള്ളതാണ്. അപ്പം ഫസ്റ്റ് ഞങ്ങൾ കാണാൻ പോയത് ഫാമിലീൻ്റെ കൂടെ തന്നെയാണ്. അപ്പം ഇപ്രാവശ്യം സെക്കൻഡ് ഇറങ്ങിയപ്പോഴും ഫാമിലിയുടെ കൂടെ തന്നെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ആ വ്ലോഗാണ് നമ്മളിന്ന് കാണുന്നത്. അപ്പം ഞാനും അമ്മയും വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. അപ്പം നമ്മൾ ബസ്സിന് പോവുകയാണ്. അപ്പോൾ അവിടുന്ന് ഏട്ടൻ, അമ്മ, അനിയന്മാരെല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ തിയേറ്ററിലേക്ക് ഞങ്ങൾ ഡയറക്റ്റ് എത്തുകയാണ്. പിന്നെ അബി ഡ്യൂട്ടി ഉള്ളതിനെ കൊണ്ട് കാർ എടുത്തിട്ടാണ് പോയത്. അപ്പം ഇവിടുന്ന് ഞാൻ വണ്ടി എടുത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് രാത്രിയാണ്. അപ്പം 10, 10:30, 11 ആവും സിനിമ കഴിയണം. അപ്പം എന്തായാലും പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ബസ് കയറി പോവുകയാണ്. അവിടുന്ന് ഞങ്ങളെല്ലാവരും ജോയിൻ ചെയ്യും, മൂവി കാണും, പിന്നെ തിരിച്ചു വരും. അതാണ് ഇന്നത്തെ വ്ളോഗ് കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം എങ്ങനെയാ പോവല്ലേ? പോയിട്ട് വരാം. അങ്ങനെ ഞാനും അമ്മയും കൂടെ നടന്ന് ബസ് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ ബസ്സിൽ കയറി ചുങ്കം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഇറങ്ങിയതിന് ശേഷം ഓട്ടോയിൽ പിന്നെ പോകണം തിയേറ്ററിൻ്റെ അടുത്തേക്ക്. ടൗണിലേക്ക് പോകുന്ന ബസ്സായതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓട്ടോന് കയറിയിട്ട് അവിടുന്ന് തിയേറ്ററിലേക്കാണ് പോകുന്നത്. ചുങ്കത്ത് നിന്ന് ഞങ്ങളാണ് ആദ്യം എത്തിയത്, വേറെ ആരും എത്തിയിട്ടില്ല. ആദ്യം എത്താനുണ്ട്, ഏട്ടന്, അമ്മ, കസിൻസൊക്കെ എത്താനുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്ന് വെയിറ്റ് ചെയ്തു. ഒരാൽമരം ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരുന്ന് കുറേ നേരം വെയിറ്റ് ചെയ്തു. 8 മണിക്കാണ് നമ്മുടെ ഷോ ഉള്ളത്. അമ്മക്ക് കാന്താര ഫസ്റ്റ് കണ്ടത് ഓർമ്മ ഉണ്ടോ? സെക്കൻഡ് കാണാൻ ക്യൂരിയോസിറ്റി ഉണ്ടോ? ആകാംക്ഷ ഉണ്ടോ? ഉണ്ട്. ഞങ്ങൾ 6:50 ആയപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. സമയം 7:20. ഇപ്പോഴും ഏട്ടനൊന്നും എത്തിയിട്ടില്ല, വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് വിളിച്ചപ്പോൾ പറഞ്ഞത്. അങ്ങനെ ഏട്ടൻ എത്തിയിട്ടുണ്ട്. അമ്മ ഓടി വരുന്നു. ഇട്ടിട്ടില്ല. അങ്ങനെ 2 അമ്മമാർ വന്നു കഴിഞ്ഞിരിക്കുന്നു. അനിയന്മാരെല്ലാം വന്ന് അവിടെ തന്നെ. അങ്ങനെ അഭിയും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറി. കാന്താര മൂവി കാണാൻ വന്നിട്ട് ഉഷാറല്ല. എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മക്കളാണ് കേട്ടോ, അബിയും അച്ചുട്ടനും. കണ്ണനുണ്ട്, കണ്ണൻ ബാംഗ്ലൂരാണ്. അപ്പോൾ അവൻ എന്നെ പൊതുവേ എൻ്റെ പേരൊന്നല്ല വിളിക്കുക, ഡുണ്ടു എന്നാണ് വിളിക്കുക. അപ്പം ഡുണ്ടു ചിപ്സ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിപ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തു. എല്ലാവർക്കും 7 പേരുണ്ട്, പക്ഷേ 6 എണ്ണം വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ 6 എണ്ണം വാങ്ങിയിട്ടുള്ളൂ എന്ന് അബി ഇങ്ങനെ ചോദിച്ചു. പിന്നെ അബിയും മറ്റേ കുഞ്ഞബിയും കൂടെ പോയിട്ട് 7ാമത്തെ ചിപ്സും കൂടെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ 7 ആൾക്കും 7 ചിപ്സ് കയ്യിലുണ്ട്. മോണിറ്റൈസ് ആവണ്ടേ? അല്ലെങ്കിൽ നമ്മൾ കസിൻസ് എല്ലാവരും കൂടുമ്പോൾ ഒരു നല്ലൊരു രസമാണ്. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബിയും എൻ്റെ കസിൻസും ഒക്കെ ആയിട്ട് നല്ല കമ്പനിയാണ്. കാരണം ഒരു ഏച്ചീൻ്റെ ഭർത്താവാണ് എന്നുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒരേപോലെ നല്ല കമ്പനിയായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ആയിട്ടുണ്ട്. അബിയാണെങ്കിലും അവരോടും നല്ലപോലെ കണക്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അധികവും എല്ലാവരും കൂടിയാണ് എന്തിനെങ്കിലുമൊക്കെ പോകാറൊക്കെ ഉള്ളത്. ട്രിപ്പാണെങ്കിലും പിന്നെ ഒരു ട്രിപ്പ് നമ്മൾ പ്ലാനൊക്കെ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഈ അടുത്ത കൊല്ലം തന്നെ നമ്മൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങുന്നതായിരിക്കും.
അങ്ങനെ തന്നെ ഞങ്ങൾ തിയേറ്ററിനുള്ളിലേക്ക് കയറാൻ പോവാട്ടോ. ഞങ്ങൾക്ക് ഏകദേശം ഒരു നടുവിലത്തെ സീറ്റാണ് ഏട്ടൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ വരിയായിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴേ ചിപ്സൊക്കെ തുറന്ന് തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആൾക്കാർ. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? തിയേറ്ററിൽ പോയിട്ട് ഈ ചിപ്സ് ഇങ്ങനെ വാങ്ങിയത് പൊടിച്ച് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് എന്നിട്ട് അതിന്ന് കുറേ നേരം നമുക്ക് തിന്നാണ്ടാവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ. അങ്ങനെ സ്ക്രീനിൽ നമ്മൾ മാൻഡേറ്ററി ശ്വാസകോശവും ക്യാൻസറും ഒക്കെ ആഡുകൾ പ്രദർശിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സിനിമ തുടങ്ങിയിട്ടാ. അങ്ങനെ ഇൻ്റർവെല്ലായി. അങ്ങനെ മൂവിയൊക്കെ കഴിഞ്ഞു. എല്ലാവരും എണീറ്റ് പോയി. ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് ആട്ടോ എണീക്കുന്നത്. സൂപ്പർ വൺ ടൈം വാച്ചാണ് ടോമസ്. എന്തായാലും കാന്താര അങ്ങനെ സമയം 11 മണി. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. സമയം ഇത്രയും ലേറ്റ് ആണെങ്കിലും ആരും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 8 മണിക്കായിരുന്നു ഷോ ഉണ്ടായിരുന്നത്. അപ്പം നമ്മളെല്ലാവരും കൂടെ പോയിട്ട് ഫുഡൊക്കെ കഴിക്കാൻ പോവാണ്. ഞാൻ ക്യാമറ ചെയ്യാം. സുവാവേ അല്ലേ? എനിക്ക് പേരറിയില്ല. സുവാവേ എന്നല്ലേ സുവാവേ. പോക്കറ്റ് ഡോഗ് പിന്നെ ബാഗിനെ കൊണ്ടു നടക്കാൻ പറ്റിയ പേരറിയില്ല. നമ്മൾ ലോക്കൽസിനെ പിടിക്കില്ല. റേഞ്ച് കളിയാണ്. അതല്ല ഇന്റർവെല്ലിൽ ഒന്ന് കഴിഞ്ഞിരുന്നില്ലേ? അപ്പണ്ട് ഞാൻ നോക്കുമ്പോണ്ട് ഒരാള് ഞാൻ നോക്കി ഈ ഇരുട്ടത്ത് കുത്തിട്ട് സിനിമ കാണുന്നതിന് എന്തിനാ ലിപ്സ്റ്റിക് കേൾക്കണത്? കുറച്ച് തിന്നാച്ചില്ല വലിയ മേഖല കയറി കളിക്കൂല. സ്റ്റോക്ക് ലിസ്റ്റാ. സക്സസ്ഫുൾ റേറ്റിനനുസരിച്ച് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. ഒക്കെ സെറ്റാ. ഞാൻ ക്ലാസ് കയറണം. ഇത് പോയിട്ട് 12 പേര് എഴുതാണ്ട് ഞാൻ അത്ര നേരെ നാളെ ആവാൻ കുറച്ച് മണിക്കൂറോടെ ഉള്ളൂ. അരമണിക്കൂറോടെ ഉള്ളൂ. ഏട്ടാ ഫുഡ് വന്നടാ. ഫുഡ് കഴിക്കില്ലേ? ആരോടെ സ്റ്റോക്ക് ചെയ്യാനും ചുട്ടന്റെ സ്റ്റോക്കിങ് ലോകം മുഴുവൻ കാണുന്നുണ്ടല്ലേ. സ്റ്റോക്സിനെ പറ്റില്ലെന്ന് പറഞ്ഞാൽ അപമാനിക്കല്ലേ. ഇൻവെസ്റ്റ് ചെയ്യണം. ഇനി ബിറ്റ്കോയിനാണ് ഒന്നാം പോകുന്നത്. ശരിക്കും സിനിമ എങ്ങനെയുണ്ട്? വളരെ വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരുന്നു. വേറെ ഫസ്റ്റ് പാട്ട് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ശ്രദ്ധിച്ചിട്ട് പോവാം. ഋഷഭ് ഷെട്ടിനോട് പറയാം. ഏട്ടൻ പറ സിനിമ എങ്ങനെയുണ്ടായിരുന്നു?
അപ്പൊ കാണാം. പിന്നെ നമ്മളെല്ലാവരും പിരിഞ്ഞു.